ിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സ തേടിയ കോതിപ്പാലം സ്വദേശി അജിത്തിന്റെ കാലിലിടേണ്ട സ്റ്റീൽ റോഡ് കയ്യിലിട്ടതായാണ് പരാതി. പിഴവ് മനസ്സിലായപ്പോൾ വീണ്ടും ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. സംഭവത്തിൽ അജിത്തിന്റെ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഉള്ളിലുണ്ടാവും 30 അഡ്മിറ്റ് ആയിക്കാണ്, ഒരാഴ്ചയായി. ഇന്നലെ സർജറി കഴിഞ്ഞ 1 മണിക്ക്, ഉച്ചക്ക് 1 മണിക്ക് സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു എക്സ്റേ എടുക്കാൻ വന്ന എക്സ്റേ എടുത്ത് ഇതിന്റെ ഒരു രാത്രി 10 മണിക്ക് പറയാണ് ഇത് കമ്പി പുറത്തേക്ക് ഉണ്ട്, ഒരു കമ്പി പുറത്തേക്ക് ഉണ്ട്, നിങ്ങൾ അർജന്റ് ആയിട്ട് 11 മണിക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആരുമില്ല, ആരെയും കൂട്ടിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചൂടായി പോയതാ. വേദന 7 മണിക്ക് സഹിക്കുന്നുണ്ട് ഇന്നലെ രാത്രി. ഇതുവരെ വേദന മാറിയില്ല, അത് ചെയ്തിട്ടില്ല. കാട്ടുകല്ലോ ആക്സിഡന്റ് ആയതാണ്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ ഗുരുതര വീഴ്ച അത് തുടർച്ചയായി ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ശസ്ത്രക്രിയ ചെയ്ത ആ രോഗിയാണ് നമ്മളോട് സംസാരിച്ചത്. കരയുകയാണ്, അത് എത്രത്തോളം വേദനയുണ്ട് അവർക്ക് എന്നുള്ളതാണ്. ഒന്നൊരു പിഴവ് വരുമ്പോൾ അത് മാറ്റി നമുക്ക് അടുത്ത ശസ്ത്രക്രിയ ചെയ്യാമെന്നങ്ങ് പറയുകയാണ് ലാഘവത്തോടെ. എന്താണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ? അശ്വതി, വീഴ്ച എന്ന പദം പോലും പറയാൻ കഴിയാത്ത വിധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അല്പസമയം മുമ്പ് കേട്ട ശബ്ദം അത് ഒരു രോഗിയുടേതാണ്. അദ്ദേഹം കരയുകയാണ്, കാരണം അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിയത്. കോതിപ്പാലം സ്വദേശി അജിത്താണിത്. അദ്ദേഹത്തിന്റെ കൈക്ക് എല്ലിന് പൊട്ടൽ സംഭവിച്ചതിനെ തുടർന്ന് നമുക്കറിയാം കയ്യിൽ കമ്പി ഇടുന്ന അല്ലെങ്കിൽ റോഡ് ഇടുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അത്തരത്തിൽ റോഡിട്ടത് മാറിപ്പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്നലെ രാവിലെ 11 ശസ്ത്രക്രിയ നടന്നു. 1 മണിക്ക് അദ്ദേഹത്തെ പുറത്തിറക്കുകയും ചെയ്തു. ഇതിനുശേഷം വൈകുന്നേരത്തോടുകൂടി എക്സ്റേ പരിശോധന ഫലം പുറത്തു വന്നപ്പോഴാണ് ഈ ഇട്ട കമ്പി മാറിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു രോഗിക്ക് ഇടേണ്ട കമ്പിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇട്ടതെന്നാണ് അവർ തന്നെ നൽകിയ വിശദീകരണമെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു ശസ്ത്രക്രിയ ഉടൻ നടത്തണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ആ കമ്പി നീക്കം ചെയ്ത് യഥാർത്ഥത്തിൽ ഇടേണ്ട കമ്പി അദ്ദേഹത്തിന്റെ കയ്യിലിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തന്റെ കൂടെ കൂട്ടിരിപ്പുകാരോ മറ്റ് ആളുകളോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇടാൻ പറ്റില്ല, എനിക്ക് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചതിന് ശേഷം മതിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ക്ഷുഭിതനായി ഡോക്ടർ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു എന്നാണ് അജിത്ത് പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ശസ്ത്രക്രിയ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള നടപടിക്രമങ്ങളും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു പിഴവാണ്. ആശുപത്രികൾക്ക് അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഇത് മാറ്റി നമുക്ക് അടുത്ത ശസ്ത്രക്രിയ നടത്തി ഈ കമ്പി പുറത്തെടുക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ കൈ വിരലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്താം, നാവിനടിയിൽ കെട്ടുണ്ട് എന്ന് അവർക്ക് സ്വയം സമർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത് അനുഭവിക്കേണ്ടി വരുന്ന രോഗിയാണ്. ഒരുപക്ഷെ ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൂടി വരാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു പിഴവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഹർഷീന അടിവാരം സ്വദേശിനിയുടെ വയറ്റിൽ കത്രിക ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുടുങ്ങിപ്പോയ അവസ്ഥ, പിന്നീട് അത് മറ്റൊരു സർജറിയിലൂടെ ഈ ശസ്ത്രക്രിയയിലൂടെ ഈ കത്രിക പുറത്തേക്ക് എടുക്കുന്നു. പിന്നീട് അവർ നിത്യരോഗിയായി മാറുന്നു. അവരുടെ ശരീരത്തിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുഴയുണ്ടാകുന്നു, ഭാരിച്ച ചികിത്സാ ചെലവുകൾ വീണ്ടും മുടക്കേണ്ട ഒരു അവസ്ഥ. ഇത്തരത്തിലൊക്കെ ഗുരുതരമായ പിഴവുകളാണ് ഓരോ ഘട്ടത്തിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെയൊക്കെ വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അന്വേഷണവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരിയുടെ കൈവിരലിന്റെ സ്ഥാനത്ത് ഈ നാവിനടിയിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടൊക്കെ വന്നത് നമ്മൾ കണ്ടു. കാരണം നാക്കിനടിയിൽ ആ കുട്ടിക്ക് കെട്ടുണ്ട്, അതുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്തതിൽ യാതൊരു തകരാറുമില്ല, ഡോക്ടർക്കെതിരെ കാര്യമായ ഒരു നടപടി സർക്കാർ തലത്തിൽ എടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് വെള്ളപൂശിയുള്ള റിപ്പോർട്ടാണ് നൽകിയത്. പക്ഷേ അവിടെ ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് എതിരായി വന്നിരിക്കുന്നു. കാരണം ഒരു ഗുരുതരമായ വീഴ്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ കുട്ടിക്ക് നാക്കിനടിയിൽ കെട്ടുള്ളതായി വൈദ്യശാസ്ത്ര രേഖകളൊന്നുമില്ല, അതുകൊണ്ട് വീഴ്ചയുണ്ട്, ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം, ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തണമെന്നൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഓരോ തവണയും ഇത്തരത്തിൽ പിഴവുകൾ വരും, അന്വേഷണം വീണ്ടും ഇത്തരത്തിലെ പിഴവ് ആവർത്തിക്കും. ഇത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അനീഷ് പറഞ്ഞതുപോലെ ഇനിയും ഇതിൽ വെള്ളപൂശലുകൾ ഉണ്ടാകും, വിശദീകരണങ്ങൾ ഉണ്ടാകും. എന്ത് തന്നെയായാലും ആ വലിയ ഗുരുതര പിഴവ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണിത്. അനീഷ്,